ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ മിക്കവരും ഈ ഒരു മുട്ടക്കറി കഴിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ ഇതുണ്ടാക്കാൻ നമുക്ക് സാധാരണ മുട്ടക്കറി ഉണ്ടാക്കേണ്ട അത്രയും സമയമൊന്നും ആവശ്യമില്ല. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുണ്ടാക്കാൻ നമുക്ക് വളരെ കുറവ് മുട്ടയേ വേണ്ടൂ. വെറും 2 മുട്ട കൊണ്ട് നമുക്ക് ഏകദേശം 5 പേർക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഈ ഒരു രീതിയിൽ മുട്ടക്കറി ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിന്ന് ഈ ഒരു ചട്ടിയിലാണ് മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചൂടാക്കി എടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സവാള ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ തക്കാളി അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട നമ്മൾ പുഴുങ്ങിയിട്ടൊന്നുമില്ല, ഡയറക്റ്റ് നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 മുട്ടയും ഇതുപോലെ പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തു തുടങ്ങാം. ഇതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ മുട്ടയൊക്കെ ചിക്കി എടുക്കുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. മുട്ട വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ മുട്ടയൊക്കെ ചിക്കി എടുത്താൽ കിട്ടുന്നത് പോലെ നമുക്ക് കാണാം. അതുവരെ നമ്മൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത മുട്ടയൊക്കെ ഒരുമിച്ച് കൂടി ഒരൊറ്റ കട്ടയായിട്ട് കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് മുട്ടയൊന്ന് വെന്ത് കിട്ടുന്നത് വരെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ഈ ഒരു കറിക്ക് അത്യാവശ്യം നല്ല കൊഴുപ്പുണ്ടാകും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ കറി മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം.
ഒരുപാട് നേരം അങ്ങ് തിളപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട, ഒന്ന് തിളക്കുകയേ വേണ്ടൂ. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കും ദോശക്കൊക്കെ പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.